നമുക്ക് കണ്ണൂരിൽ നിന്ന് ഒരു ഫ്രോൺസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചധികം വർക്ക് ഉണ്ടായിരുന്നു. രാവിലെ 10 മണിക്ക് വന്നതാണ് കേട്ടോ. അതിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് കംപ്ലീറ്റ് ആയത്. ബ്രോ പേര് പറഞ്ഞ ബ്രോ? സാദിഖ്. എവിടെ? കണ്ണൂരിൽ തളിപ്പറമ്പ്. ബ്രോ വിഷ്ണു എന്ന് പേരില്ലേ? തളിപ്പറമ്പ് തന്നെയാണല്ലേ? വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളെ വീഡിയോസ് കാണാറുണ്ടോ? അതുകൊണ്ടാണ് ഇത്ര ദൂരം വന്നത്. ഇഷ്ടമായോ? അല്ലെങ്കിൽ സെറ്റ് അല്ലേ? അപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ള വർക്കുകൾ ഞാൻ പറഞ്ഞുതരാം. ബാക്കിൽ നിന്ന് തന്നെ തുടങ്ങാല്ലേ. ഇത് സ്പോയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുവിധം എല്ലാ ഫ്രോൺസിലും ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ABS ആണ്. അതേപോലെ തന്നെ ഇത് ഫിറ്റ്മെന്റ് ചെയ്യാൻ വേറെ പാടൊന്നുമില്ല. സ്ക്രൂവും 3 ടൈപ്പിലാണ് വരുന്നത്. അതുപോലെ തന്നെ യൂണിവേഴ്സലാണ്. ഫ്രോൺസിനായിട്ട് വരുന്ന ഒരുവിധം എല്ലാ HPAC വണ്ടിയിലും ചെയ്യാം. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ കണക്റ്റിംഗ് LED ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഫിറ്റ്മെന്റ് ആണ്, വേറെ നമുക്ക് ഓൾട്ടറേഷൻ ഒന്നും വേണ്ട. ഒപ്പം തന്നെ DR ഈ ഒരു ബാക്ക് റിഫ്ലക്ടർ LED ചെയ്തിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ഇട്ട് കാണിക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്യൂബോ ബ്രാൻഡിന്റെ ഒരു DVR ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ബാക്ക് ഫ്രണ്ട് റെക്കോർഡിങ്ങും 4K ആണ്. പാർക്കിംഗ് മോണിറ്റർ വരുന്നത്. നമ്മൾ വണ്ടി ഇപ്പോൾ നിർത്തിയിട്ട് ലോക്ക് ചെയ്ത് പോയാലും എന്തെങ്കിലും അഡാസ് ഫീച്ചേഴ്സ് ഉണ്ട്. എന്തെങ്കിലും അനക്കം പറ്റുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് റെക്കോർഡ് ആവുന്ന ഒരു ഐറ്റാണ്. കണ്ടില്ലേ? മെയിനായിട്ട് ഇതിൽ GPS വരുന്നുണ്ട്. ട്രാക്കിംഗ് സിസ്റ്റം നമ്മളെ ആപ്ലിക്കേഷനിൽ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് SD കാർഡ് ഇടാം കേട്ടോ. പിന്നെ വൈഫൈ ട്രാൻസാക്ഷനാണ് വരുന്നത്. നമുക്ക് SD കാർഡ് ഊരിയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മെയിനായിട്ട് ഈ ഒരു വണ്ടിയിലുണ്ടായ വർക്ക് ഇനിയാണ് പറയാൻ പോകുന്നത്. നമ്മളെ റിയർ AC ആക്ടിവേഷനാണ് ചെയ്യണത്. അപ്പോൾ അത് ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അയച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഇത്തിരി പണിയുള്ള പണിയാണ്. ഒരു ദിവസം വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഇത് ആംറസ്റ്റ് ടൈപ്പ് തന്നെയാണ് നമ്മളെ ഫുൾ ഓപ്ഷനിൽ വരുന്ന ആംറസ്റ്റ്. അപ്പോൾ ആംറസ്റ്റ് ഇനിയിപ്പോൾ വെച്ചാലും നമുക്ക് റിയർ AC ആക്ടിവേഷൻ ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം ഇത്തിരി പണിയുണ്ട്, ടൈമുണ്ട്. ബുക്കിംഗ് എടുത്തിട്ട് മാത്രം ചെയ്യുന്നൊരു വർക്കാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ താഴെ ഞാൻ കൊടുക്കാം. പിന്നെ ഈ ഒരു വണ്ടിയിൽ ഈ ഒരു വേരിയന്റിൽ മിറർ ഫോൾഡിംഗ് ഒക്കെ വരുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മളെ കീ നമ്മൾ സെൻട്രൽ ലോക്കും അൺലോക്കും ചെയ്യുമ്പോൾ ഫോൾഡിങ് ചെയ്യുന്ന സെറ്റപ്പ് അല്ല. ഈ ഒരു സ്വിച്ച് ഞെക്കുമ്പോൾ മാത്രമാണ് ഫോൾഡിങ് ആവാറുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഓട്ടോ ഫോൾഡിങ് മിറർ ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ വർക്ക് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ? നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ മിറർ ക്ലോസ് ആവും. അതുപോലെ തന്നെ അൺലോക്ക് ചെയ്യുമ്പോൾ മിറർ ഓപ്പൺ ആവട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റിഫ്ലക്ടർ LEDയുടെയും അതേപോലെ തന്നെ കണക്റ്റിംഗ് DRLന്റെയും ആ ഒരു ഭംഗി കാണിച്ചു തരാം. ബ്രോ എന്നിട്ട് പാർക്ക് ലൈറ്റ് ഇൻഡിക്കേറ്റർ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ബാക്കിൽ നിന്നുള്ള ലുക്ക് കാര്യങ്ങളൊക്കെ കണക്റ്റിംഗ് DRലും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ആ ഒരു റിഫ്ലക്ടർ LED കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്ത വർക്ക് കാര്യങ്ങളൊക്കെ. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ AC ആക്ടിവേഷൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള അടുത്ത അടിപൊളി ഒരു വീഡിയോ കാണാം കേട്ടോ.